ഞാൻ ഇന്നലെ ബംഗളൂരുവിലെ ഒരു ഫൈബർ പാർട്സ് നമ്മളെ ബൈക്കിൻ്റെ എല്ലാ പാർട്സുകളും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ പാർട്സ് അതേപോലെ തന്നെ മെറ്റൽ പാർട്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഫാക്ടറി പോയി. അപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു, "ഇതൊക്കെ നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് പറ്റിയ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഒന്ന് തന്നെയല്ലേ?" അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബംഗളൂരുവിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആയിട്ട് നിങ്ങൾ ഹോൾസെയിലായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കാരണം നമുക്കിപ്പോൾ അറിയാം ഒരുവിധം ബൈക്കിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ ഫൈബർ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫൈബർ പാർട്സ് അല്ലെങ്കിൽ മെറ്റൽ പാർട്സ്, പ്ലാസ്റ്റിക് പാർട്സ് മീൻസ് ഓൾ ബോഡി പാർട്സിൻ്റെ ഒരു ബിസിനസ് തുടങ്ങണം റീറ്റെയിലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ എന്തായാലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊരു മലയാളീൻ്റെ തന്നെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു ഫൈബർ പാർട്സിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാർട്സിൻ്റെയോ അല്ലെങ്കിൽ മെറ്റൽ പാർട്സിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് അസംബ്ലി മീൻസ് ഹെഡ്ലൈറ്റിൻ്റെ അസംബ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു ഹോൾസെയിലറെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡീലറെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീലർ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. അവരുടെ ഒരു കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിക്കാം. നിങ്ങൾക്ക് മലയാളികൾ തന്നെയാണ് അവർ. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മളെ ബാംഗ്ലൂരിൽ ഒരു 15 വർഷത്തോളമായിട്ടുള്ള ഒരു മലയാളിയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് അവരെ ഒരു ഫാക്ടറി എത്താൻ പറ്റി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാനും പറ്റി. താങ്ക് യു.